ദിവസം മുടക്ക് കിട്ടിയപ്പോഴേക്കും നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഓറിയോനെ കൊണ്ടുവന്ന് പുറത്തു പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഒറ്റ മൈൻഡിൽ നേരെ വിട്ടതാണ് ഒരു മാളിലേക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പെറ്റ്സിന് അലൗഡ് ആയിട്ടുള്ള മാളുണ്ടോയെന്ന്. ഉണ്ടല്ലോ, ബാംഗ്ലൂരിലുള്ള വെഗ സിറ്റി മാളിലാണ് പെറ്റ്സിന് അലൗഡ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മളവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെറ്റ്സിനെ വെക്കാൻ വേണ്ടി ഒരു സ്ട്രോളർ തരും. ഒന്നെങ്കിൽ നമ്മൾ പെറ്റ്സിനെ ഒക്കത്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്ട്രോളറിൽ വെച്ച് നടക്കണം. അതല്ലാതെ ലീഷിട്ട് നടത്താനായിട്ട് അവർ സമ്മതിക്കത്തില്ല. നമ്മൾ ഓൾറെഡി മഴ നനഞ്ഞു വന്നതുകൊണ്ട് തന്നെ അകത്ത് കയറിയപ്പോൾ മുതൽ ഓറിയോ നല്ല കരച്ചിലായിരുന്നു. ഒരുപാട് പേര് ഈ ഒരു മാളിൽ പെറ്റ്സിനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ മാളിലുള്ള എല്ലാ ഷോപ്സിലും പെറ്റ്സ് അലൗഡ് ആണ്. ഓറിയോ ഓൾറെഡി നല്ല കരച്ചിലായിരുന്നു. അത് മാത്രമല്ല, അവൾക്ക് താഴെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിരുന്നു. കൂടെ മഴ നനയുകയും ചെയ്തു. പിന്നെ മൊത്തത്തിൽ ക്യൂട്ടായതുകൊണ്ട് വഴിയിൽ പോണ എല്ലാവരും വന്ന് ഓറിയോനെ പെറ്റ് ചെയ്തിട്ടാണ് പോവാറ്. അത് തന്നെ മാളിൽ സംഭവിച്ചു. ഞാൻ ഇടയ്ക്കൊന്ന് ഒരു മൂലയ്ക്ക് പോയിരുന്നു, ഓറിയോനെ പയ്യെ ഒന്ന് താഴെ വെച്ചായിരുന്നു കേട്ടോ. ആരും കാണാത്തതുകൊണ്ട് ചീത്തയൊന്നും പറഞ്ഞില്ല. 2 മിനിറ്റ് താഴെ വെച്ചപ്പോഴേക്കും ഓറിയോ കൂളായി. പിന്നെ ഓറിയോയ്ക്ക് ആരെങ്കിലും കാണുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര ഹാപ്പിനെസ്സും ആണ്. അതുകൊണ്ട് തന്നെ നടക്കുന്ന സമയത്ത് ആരെങ്കിലും പാസ് ചെയ്ത് പോകുമ്പോഴേക്കും അവരെ കൂടെ പോകാനായിട്ട് ഭയങ്കര ചാട്ടമായിരിക്കും. ഇപ്പൊ ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇതൊരു പട്ടിയല്ലേ, ഇതിന് പുറത്ത് പോവാ, മാളിൽ പോവാ, കാഴ്ച കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടോ, അതിനൊക്കെയുള്ള ഒരു ബുദ്ധി ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്ത ഒരേ ഒരു പെറ്റാണ് ഓറിയോ. ഓറിയോയ്ക്ക് പുറത്ത് പോവാന്ന് പറഞ്ഞാൽ അതിലും ഹാപ്പി ആയിട്ടുള്ള വേറൊരു സംഭവമില്ല. ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകാൻ ഡ്രസ്സ് മാറുമ്പോഴേക്കും എന്നേക്കാൾ മുന്നേ അവൾ ഇറങ്ങും. അതായത് അവൾക്ക് പുറത്ത് പോവാ, പുതിയ കാഴ്ചകൾ കാണുക, ഒരുപാട് ആളുകളെ കാണുക, ഒരുപാട് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പെറ്റിനെ സംബന്ധിച്ച് ഒരുപാട് വാല്യൂബിൾ ആണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ പെറ്റിനെ എത്രത്തോളം സ്ട്രെസ് ഫ്രീ ആയിട്ട് വെക്കുന്നോ, എത്രത്തോളം സന്തോഷിപ്പിക്കുന്നോ, അത്രത്തോളം അവർ നമ്മുടെ അടുത്തും ഹാപ്പി ആയിരിക്കും, അത്രത്തോളം അവർ മെന്റലി ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഓറിയോനെ ഹാപ്പി ആക്കാൻ നോക്കാറുണ്ട്. അതിലുപരി ഓറിയോ എന്നെയും തിരിച്ച് ഹാപ്പി ആക്കാറുണ്ട്. ഞാൻ ഓറിയോ ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് വരുന്നത്. അങ്ങനെ ഞാനും ഓറിയോയും കൂടി ഓൾമോസ്റ്റ് എല്ലാ ഫ്ലോറിലും ഒന്ന് നടന്ന് ചുറ്റിക്കണ്ടതിന് ശേഷം പയ്യെ പുറത്തിറങ്ങി. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പോർഷൻ മിസ്സായിട്ടുണ്ട്. ഒരുപാട് പോർഷൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ